ഹായ്, ഞാൻ നൂറാഷാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഫ്രോസൺ ചപ്പാത്തി എങ്ങനെ റെഡിയാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഞാനിത് നോമ്പിന് മുന്നേ ആയിട്ട് റെഡിയാക്കി വെക്കുന്നതാണ്. കാരണം നോമ്പിൽ നമുക്ക് ഇടയത്താഴത്തിന് ഇടയ്ക്ക് ചപ്പാത്തി റെഡിയാക്കാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫ്രോസൺ ചപ്പാത്തി റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മൾക്ക് ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുക്കാം. ഞാനിവിടെ 4 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒറ്റയടിക്ക് ഫുള്ള് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. നല്ലതുപോലെ ആദ്യം ഒന്ന് കുഴച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ മാവിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ചുകൂടി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു നനഞ്ഞ തുണി വെച്ച് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അരമണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഓരോരോ ബോൾസ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ബോൾസാക്കി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഓരോന്ന് പരത്തുമ്പോഴും നമ്മൾ ആ തുണി വെച്ച് മൂടിയിടുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോവും. ഇങ്ങനെ ഞാൻ എല്ലാം തന്നെ ബോൾസാക്കി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. എല്ലാം ബോൾസാക്കി മാറ്റി വെച്ചതിന് ശേഷം ഓരോന്നെടുത്ത് ഞാൻ ഇവിടെ പരത്തിയെടുക്കുന്നുണ്ട്. ചപ്പാത്തി പലകയിൽ കുറച്ച് ഗോതമ്പ് പൊടി തൂവിയതിന് ശേഷം നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. എല്ലാം ഫുള്ളായിട്ട് പരത്തിയതിന് ശേഷമാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചുട്ടെടുക്കുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലൈറ്റായിട്ടൊന്ന് ചുട്ടെടുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഫ്രോസൺ ചെയ്ത് വെക്കാനായിട്ട്. ഞാൻ ഒരുപാട് വലിയ ബോൾസ് അല്ല കേട്ടോ റെഡിയാക്കുന്നത്, ചെറിയ ബോൾസാണ് റെഡിയാക്കുന്നത്. അത് നല്ലതുപോലെ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടി തൂവിയതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ പരത്തിയെടുക്കുന്നത്. ഈ ഒരു കനത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ എല്ലാം തന്നെ ഇതുപോലെ പരത്തിയെടുക്കുന്നുണ്ട്. ഒന്ന് പൊടി തട്ടിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തികളെല്ലാം തന്നെ ഒന്നിച്ച് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാം ഇതുപോലെ പൊടി തൂവിയതിന് ശേഷം വേണം കേട്ടോ നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ എല്ലാം ഇവിടെ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചപ്പാത്തി പരത്തിയെടുക്കുമ്പോൾ തന്നെ ചുട്ടെടുക്കുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് പൊടി തട്ടിയതിന് ശേഷം വെക്കേണ്ട കാര്യമില്ല കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ എല്ലാം പരത്തിയതിന് ശേഷം ചുട്ടെടുക്കുമ്പോഴാണ് ഇതുപോലെ പൊടി തട്ടിയിട്ട് വെക്കുന്നത്. ഇപ്പോൾ എല്ലാം തന്നെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ ഇതുപോലെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം മറിച്ചിട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ഒരുപാട് സമയം വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആ ചപ്പാത്തിയുടെ കളറൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ ഒരു 2 സെക്കൻഡ് വീതം ഇട്ടതിന് ശേഷം നമുക്ക് മറിച്ചിടാം. ഇതുപോലെ കളറൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത് ഫ്രൈ പാനിൽ നിന്നും മാറ്റിയെടുക്കാം കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു പരുവത്തിലെത്തിയാൽ മാത്രം മതി. ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഒന്ന് തണുക്കട്ടെ. അതിന് ശേഷം വേണം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഞാൻ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം തന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തി റെഡിയാക്കുന്ന സമയത്ത് നമുക്കൊന്ന് ചുട്ടെടുത്താൽ മാത്രം മതി കേട്ടോ. നമുക്ക് ഈ നോമ്പിൽ സമയം കുറവാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചപ്പാത്തി കഴിക്കുന്നവരൊക്കെ ഇതുപോലെ റെഡിയാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് എല്ലാം തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം തന്നെ നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. ഇതിൽ എണ്ണ തടവുകയോ ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ നോർമലി എങ്ങനെയാണോ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് അതുപോലെ തന്നെ ഒന്ന് തിരിച്ച് മറിച്ച് വിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാട് വെന്ത് കിട്ടേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ കളറൊന്ന് മാറി കിട്ടിയാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷമാണ് കേട്ടോ നമ്മളിതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ ചുട്ടെടുത്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു സിബ്ലോ കവർ എടുത്ത് അതിലേക്ക് തണുത്തതിന് ശേഷം നമ്മൾ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. സിബ്ലോ കവർ എടുത്ത് ഒരു ചപ്പാത്തിയുടെ മുകളിൽ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഫ്രീസറിൽ വെക്കേണ്ട കാര്യമില്ല, ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് എപ്പോഴാണോ അപ്പോൾ എടുത്ത് ചുട്ടെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും.